റഡാറിനെതിരെ ഹോറിസോൺ റഡാർ അമേരിക്കയുടെ തലച്ചോറിനെ തകർത്തുകൊണ്ടാണ് പുതിയ സംവിധാനം ഇറാൻ നിർമ്മിച്ചിരിക്കുന്നത്. അതിശയിപ്പിക്കുകയും ലോകത്തെ അമ്പരിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ നിർമ്മിതി പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഏറെക്കുറെ അമേരിക്ക തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ ഒതുക്കുക എന്നുള്ളത് അവരുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിന് അവർ നിർമ്മിക്കുന്ന ആയുധങ്ങളെല്ലാം മറ്റ് രാജ്യങ്ങൾ നിർമ്മിച്ച് പരീക്ഷിക്കപ്പെട്ടത് ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ച് പഠിച്ച ശേഷം പുതിയ നിർമ്മിതികൾ പകരമായി അല്ലെ ബദലായിട്ട് ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ഇറാൻ മുമ്പേ ചെയ്തത്. റഷ്യയിൽ നിന്ന് മിസൈലുകൾ വാങ്ങി അതിനെ വൈദൂര മിസൈലാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇറാനിൽ വെച്ചാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇസ്ബഹാനിലുള്ള ഇറാന്റെ ആണവ റിയാക്ടറുകളെ തകർക്കാൻ ഏതൊക്കെ തരത്തിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് വർഷങ്ങളായി ഇസ്രായേൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ അമേരിക്കയും അങ്ങനെ തന്നെയാണ്. പ്രധാനമായിരിക്കുന്ന റിയാക്ടറുകൾ ഇറാന്റെ ഇസ്ബഹാൻ മേഖലകളിലാണ് ഉള്ളത്. അത് ഏത് പ്രദേശത്താണെന്ന് ഇപ്പോഴും തിട്ടമായിട്ടില്ല. എങ്കിലും ഏരിയ തിരിച്ചുകൊണ്ട് ആക്രമിച്ച് അതിനെ ഇല്ലാതാക്കുക എന്നുള്ള പ്രവർത്തനങ്ങൾ മുൻപേ പല ആയുധങ്ങൾ വെച്ചുകൊണ്ടും പരീക്ഷ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ പരീക്ഷത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത് B2 സെൽഫ് ബോംബർ. അതൊരു അമേരിക്കൻ നിർമ്മിതമാണ്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ പാകത്തിലുള്ളതും കൃത്യമായിരിക്കുന്ന ലക്ഷ്യങ്ങളെ കണ്ടുകൊണ്ട് ആക്രമിച്ച് പരിക്കില്ലാതെ തിരിച്ചെത്താൻ പാകത്തിലുമാണ് അതിൻ്റെ നിർമ്മിതി. $2 ബില്യൺ ഒരു B2 സെൽഫ് ബോംബർക്ക് വില കണക്കാക്കുന്നത്. ഇറാൻ എന്ത് ചെയ്തു? ഇറാൻ അതിൻ്റെ പോരായ്മകൾ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ആ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൻ്റെ ബദൽ സംവിധാനങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇറാൻ്റെ ഒരു ശൈലിയാണ്, രീതിയാണ്. അതവർ ചെയ്തു. അവർ പറയുന്നു ശബ്ദവേഗത്തേക്കാൾ പറക്കാൻ വേണ്ടിയിട്ട് ഈ B2 സെൽഫ് ബോംബറുകൾക്ക് കഴിയില്ല. റഡാർ കണ്ടു കഴിഞ്ഞാൽ റഡാറിന് പിടിക്കപ്പെടാൻ പറ്റാത്തതാണ് B2 സെൽഫ് ബോംബറുകളുടെ നിർമ്മിതി. വല്ല കാരണവശാലോ കണ്ടുപിടിച്ചാൽ വൈമാറി സഞ്ചരിക്കാനും സാധിക്കുകയില്ല. അപ്പോൾ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ട് ആക്രമണം നടത്താൻ സാധിക്കും എന്നുള്ള അമേരിക്കയുടെ മുന്നറിയിപ്പ്, അതല്ലെങ്കിൽ അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് കൊടുത്തിരിക്കുന്ന നിർവചനം ഇങ്ങനെയാണ്. B2 സെൽഫ് ബോംബർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റികൾ. ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കും, റഡാറിന് പിടിക്കപ്പെടാൻ സാധിക്കുകയില്ല. അങ്ങനെ തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. B2 സെൽഫ് ബോംബറെ കുറിച്ച് ഒരുപാട് വിവരണങ്ങൾ ഇതിൻ്റെ ഇടയിൽ തന്നെ പുറത്തു വന്നതാണ്. അതിൽ ഒരു കാര്യം പറയുന്നത് മണിക്കൂറിൽ 900 കിലോമീറ്റർ വേഗത്തിൽ പറക്കാനും 15 കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിക്കാനും സാധിക്കും ഈ പറയപ്പെട്ട B2 സെൽഫ് ബോംബറുകൾക്ക്. അത് ലക്ഷ്യങ്ങൾ തേടി ആക്രമിക്കാൻ പാകത്തിലാണ് അതിൻ്റെ നിർമ്മിതി. ലെബനാനിൽ ഇസ്രായേൽ ഇത് ഉപയോഗിച്ചിരുന്നു. ഭൂഖണ്ഡേതര മിസൈൽ പരീക്ഷണം നടത്തിയ ഏറ്റവും പ്രധാനമായിരിക്കുന്ന പ്രദേശമായിട്ടാണ് ലെബനാനെ ഇസ്രായേൽ കണക്കാക്കുന്നത്. ആ മേഖലയുള്ള അവരുടെ ആക്രമണത്തിൽ വിജയം കാണുകയും ഹിസ്ബുള്ള നേതാവിനെ അടക്കമുള്ള സൈനിക കമാൻഡറെ കൊലപ്പെടുത്താൻ സാധിച്ചത് ഈ ഭൂഖണ്ഡേതര മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അത് B2 സെൽഫ് ബോംബറുകളാണ് ഇതിനെ വഹിക്കപ്പെട്ടത് എന്ന് പറയുന്നു. എന്നാൽ മറ്റൊരു വാഹകരുടെ പേരും ഇതിനോട് കൂടെ തന്നെ അന്ന് പറയപ്പെട്ടിരുന്നു. 6 ബിൽഡിങ്ങിന്റെ ഉയരത്തിൽ ഭൂമി തുളച്ചുകൊണ്ടാണ് ആ ആക്രമണം നടത്തിയത് എന്നുള്ളതും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേകപരമായിരിക്കുന്ന ഒരു മീറ്റിംഗ് നടക്കുന്നതിനിടയിലേക്ക് ഇത് പതിച്ചതുകൊണ്ട് ഹിസ്ബുള്ളയുടെ നേതാവായിരിക്കുന്ന നസറുദ്ദീൻ അടക്കമുള്ള വലിയ സൈനിക കമാൻഡർ കൊല്ലപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ വലിയ വിജയമായിട്ടാണ് അതവർ കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോരോ സംഭവം നടക്കുന്ന സമയത്തും ഇറാനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ലക്ഷ്യം തങ്ങൾക്ക് നേരെ വരും എന്ന് മനസ്സിലാക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അവർ ഒരു ആയുധ നിർമ്മാണങ്ങളും പരീക്ഷണങ്ങളും ഒരിക്കലും നിർത്തിവെക്കാറില്ല. അത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന വിഭാഗമാണ്. യമനിൽ അമേരിക്ക ഇത് പരീക്ഷിക്കപ്പെട്ടു, എന്നാൽ അവിടെ അത് പരാജയപ്പെട്ടു. ഈ സമാനമായി ലെബനാനിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പ് വിഭാഗത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ പരീക്ഷണത്തിൽ വിജയിച്ചതോടുകൂടി
വലിയ പ്രതീക്ഷ യഥാർത്ഥത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ യമനിൽ നടത്തിയിട്ട് ഹൂത്തി വിമതരെയും അവരുടെ വംശാവലിയെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ആക്രമണ പരമ്പര തന്നെ അവർ ആരംഭിച്ചു. അതിൻ്റെ ആരംഭം അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട രീതി എന്ന് പറയുന്ന പോലെ അവർ ആക്രമണം നടത്തി, എന്നാൽ ലക്ഷ്യം കണ്ടിട്ടില്ല. സാധാരണക്കാരുടെ മേലാണ് അത് പതിച്ചത്. കുറേ ആൾക്കാർ മരണപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ലക്ഷ്യം കാണാത്ത രീതിയിൽ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ റഡാറിൽ കുടുങ്ങാത്ത രീതിയിൽ ഒരു ശത്രു പക്ഷത്തു നിന്നുള്ള ആക്രമണം തങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടായാൽ അതിൻ്റെ നാശങ്ങളും നഷ്ടങ്ങളും കൃത്യമായ രീതിയിൽ തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വിധമാണ്. അത് അവർക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അതിനെന്ത് ചെയ്തിട്ടുണ്ട്? അവർ OTH എന്ന് പറയുന്ന ഒരു ബദൽ സംവിധാനം, ഓവർ ദി ഹോറിസോൺ റഡാർ നിർമ്മിച്ചു എന്നുള്ളതാണ്. എന്താണ് ഹോറിസോൺ റഡാർ എന്നതിനെ കുറിച്ചുള്ള വിവരണങ്ങൾ അതിന് തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. 3000 കിലോമീറ്റർ ദൂരപരിധിയിൽ വളഞ്ഞ് പൊളഞ്ഞ് ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലാണ് ഇതിൻ്റെ നിർമ്മിതി. അതിൽ ഈ പറയപ്പെടുന്നത് വളരെ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തിക്കൊണ്ട് B2 സെൽഫ് ബോംബറൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഹോറിസോൺ റഡാറിന് സാധിക്കും എന്ന വിവരം അമേരിക്ക അറിഞ്ഞതോടുകൂടിയാണ് അവരുടെ നെഞ്ചിടിപ്പ് കൂടുന്നത്. റഡാർ സംവിധാനത്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന മറ്റൊരു ബദൽ സംവിധാനം ഇറാൻ ഉണ്ടാക്കി എന്ന് പറയുന്നതിനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ സൈനിക കമാൻഡർ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ B2 സെൽഫ് ബോംബർ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ ഇറാൻ്റെ ആണവായുധ മേഖല തകർക്കുക എന്നുള്ള ലക്ഷ്യം നടക്കാൻ സാധ്യതയില്ല എന്നുള്ളിടത്തേക്ക് ഏറെക്കുറെ എത്തിയിരിക്കുകയാണ്. ഇവരുടെ ആക്രമണ രീതികളൊക്കെ നോക്കുന്ന സമയത്ത് എപ്പോഴും പാതിരാത്രിയിലാണ് പല ഘട്ടങ്ങളിലും അമേരിക്കയും ഇസ്രായേലും ഒക്കെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാക്കുക. പകൽ ആ പ്രവർത്തനം അവർ ചെയ്യാറില്ല. ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന സമയങ്ങളിലും ആളുകളൊക്കെ ഉറങ്ങി നിൽക്കുന്ന സമയങ്ങളിലും ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശങ്ങൾ. കാര്യമെന്ന് പറയുന്നത് പകലാകുന്ന സമയത്ത് മരണസംഖ്യ കുറയുകയും ഒരു പക്ഷേ ഈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന് ഭയപ്പാടുള്ളത് കൊണ്ട് പാതിരാത്രികളിലാണ് കഴിഞ്ഞിടത്തോളം വലിയ ദുരന്തങ്ങളും മരണങ്ങളും ഗസയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആക്രമണം നടന്നത് മുഴുവനും രാത്രികളിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കിടക്കുന്നവരുടെ നേരെയാണ് പല ഘട്ടങ്ങളിൽ അമേരിക്കയും ഇസ്രായേലൊക്കെ ബോംബ് സ്ഫോടനം നടത്താറുള്ളത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അതിന് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് B2 സെൽഫ് ബോംബറുകളെ നിർമ്മിച്ചതും അതിനെ സംവിധാനിച്ചതും അത് പരീക്ഷിക്കപ്പെട്ടതും. പരീക്ഷണത്തിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചു. അപ്പോൾ റഡാറിനെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ആക്രമിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയതോടനുബന്ധിച്ച് എങ്ങനെ ബദൽ സംവിധാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നീട് ഇറാൻ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് അവർ ഹോറിസോൺ റഡാർ എന്ന് പറയുന്നത് 3000 കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്ന് കൃത്യമായ രീതിയിൽ വളഞ്ഞും പുളഞ്ഞും തിരിഞ്ഞും നിരീക്ഷണം നടത്തിയിട്ട് അതിൻ്റെ മുന്നറിയിപ്പ് സംഭവങ്ങൾ അല്ലെങ്കിൽ മുന്നറിയിപ്പ് കാര്യങ്ങൾ സന്ദേശമായിട്ട് അതിൻ്റെ ബന്ധപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതിയാണ് ഇവിടെ പൂർത്തീകരിച്ചത്. അതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ആഘാതമാണ് ഉണ്ടായത്. അവരുടെ തലച്ചോറിൽ കയറിയിട്ടാണ് യഥാർത്ഥത്തിൽ നിർമ്മിതികൾ ഇറാൻ പൂർത്തീകരിച്ചത് എന്ന് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അമേരിക്ക ഒരു രാജ്യത്തെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയാൽ തൊട്ടുപിറകെ യുദ്ധമുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അവരിടപെടുന്ന എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ്. ചിലപ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസമൊക്കെ കണക്കെടുത്തിട്ട് ഒരു മുന്നറിയിപ്പായിട്ട് അമേരിക്ക നൽകും. എന്നിട്ട് ആ മുന്നറിയിപ്പിൻ്റെ ഇടയിൽ അമേരിക്ക പറയുന്ന പ്രവർത്തികൾ അവർ ചെയ്തിട്ടില്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകണം എന്നുള്ളതാണ്. യുദ്ധമേഖലയിൽ അല്ലെങ്കിൽ അമേരിക്ക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് അത്തരം യുദ്ധത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ പിന്നീട് അവരുമായിട്ട് ഒരു ചർച്ച ഉണ്ടാവുക അസാധ്യമാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇറാഖിലെ സദ്ദാം ഹുസൈന് അന്നത്തെ അമേരിക്ക പ്രസിഡന്റായിരിക്കും ജോർജ് ബുഷ് 48 മണിക്കൂറാണ് സമയം കൊടുത്തത്. സദ്ദാം ഹുസൈനും 2 മക്കളും രാജ്യം വിട്ടു പോകണം എന്നുള്ളതായിരുന്നു അന്ന് പറയപ്പെട്ടത്. ലിബിയയിലുള്ള കേണൽ ഗദ്ദാഫിക്ക് സമാനമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പായിരുന്നു നൽകിയത്. അതേപോലെ തന്നെ സുഡാനിലെ മുഹമ്മദ് ബഷർ ഭരണം നടത്തിയിരുന്ന പ്രസിഡന്റായിരുന്ന സമയത്ത് അദ്ദേഹത്തിനും ഇതുപോലുള്ള മുന്നറിയിപ്പ് നൽകി. പിന്നീട് അവരുമായിട്ട് ചർച്ചയല്ല. സദ്ദാം ഹുസൈൻ്റെ കാലത്ത് യുദ്ധപ്രഖ്യാപനം നടത്തിയതിന് ശേഷം ആ രാജ്യവും അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്യാൻ ഒരുപാട്
അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ സദ്ദാം ഹുസൈൻ അല്ലെങ്കിൽ ഇറാഖ് നോക്കിയിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. യുദ്ധപ്രഖ്യാപനം നടന്നു കഴിഞ്ഞു, ഇനി യുദ്ധമല്ലാത്ത മറ്റൊരു പോംവഴി ഇല്ല എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. എന്നാൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് ഇറാനുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി അമേരിക്ക തയ്യാറാകുന്നു. യുദ്ധമില്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കാനാണ് താല്പര്യമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇതിൻ്റെയൊക്കെ കാര്യം അവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും ഇപ്പോഴും അജ്ഞാതമാണ് അമേരിക്കയുടെ അറിവ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ ഒമാൻ വെച്ച് ചർച്ച നടത്തി, അത് പൂർണ്ണമായിട്ടില്ല. രണ്ടാം ഘട്ടത്തിൽ ഇറ്റലി വെച്ച് ചർച്ച നടത്തി, അത് പൂർണ്ണമായിട്ടില്ല. മൂന്നാം ഘട്ടത്തിൽ വീണ്ടും ഒമാനിൽ ചർച്ച നടത്തുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇവിടെ പറയുന്ന കാര്യം സമാധാനപരമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും അന്തരീക്ഷങ്ങളും ഉണ്ടാവുക എന്നുള്ളത് ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് തങ്ങളങ്ങനെ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ടുള്ള യുദ്ധം അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ കടുത്തതും പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധവും അമേരിക്കയുടെ ഞെട്ടലൊടിക്കുന്നതുമായിരിക്കും എന്നുള്ളത് ഏറെക്കുറെ അവർക്കറിയാവുന്നതാണ്. അതിനൊരു ഉദാഹരണം ഈ സൈനിക കമാൻഡർ ഈ സർക്കാരിന് അവതരിപ്പിച്ച ബൈഡൻ ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു, നമ്മുടെ രാജ്യം നമ്മുടെ സൈനികരെ അവരാക്രമിച്ചു. അവരെന്ന് വെച്ചാൽ ഇറാൻ്റെ പ്രോക്സി വിഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. ഹിസ്ബുള്ള ഗ്രൂപ്പാണ് അന്ന് ഈ പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഏകദേശം മധ്യ കാലത്താണ് ഈ ആക്രമണം ഉണ്ടായത്. ജോർദാനിലുള്ള അമേരിക്കയുടെ സൈനിക മേഖല ആക്രമിച്ച് 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 11ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത് അമേരിക്ക ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് തന്നെയാണ് അവർ ആക്രമണം നടത്തിയത്. അതിനെതിരെ തിരിച്ചടി നടത്താൻ വേണ്ടി 15 ദിവസം അമേരിക്കക്ക് ആലോചിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇറാന് നേരെയുള്ള തിരിച്ചടികൾ വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വല്ലാതെ രീതിയിൽ വൈകിപ്പിച്ച്. പിന്നീട് പത്രക്കാരും ചാനലുകാരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ സൈനികർ കൊല്ലപ്പെട്ടിട്ടും നിങ്ങളൊന്നും ചെയ്യുന്നില്ലേ, ആരാ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷമാണ് പിന്നീട് ഒരു ആക്രമണം നടത്തുന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവർ പറയുന്നത് റഡാറിന് പകരം ഇറാൻ ഹോറിസോൺ റഡാർ നിർമ്മിച്ചിരിക്കുന്നു. നമ്മുടെ ഈ പറയപ്പെട്ടിരിക്കുന്ന ബോംബർ ബസ്റ്റർ ഈ വിമാനത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ B-2 സെൽഫ് ബോംബർ വിമാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് പോലും സുരക്ഷിതമില്ലാത്ത സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത് എന്ന് യഥാർത്ഥത്തിൽ അവർ തന്നെ സമ്മതിക്കുകയാണ്.